ദിവസത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഒക്കെ കേന്ദ്രവുമായി സഹകരിച്ചു പോയാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത്. ഇതൊരു വലിയ മാറ്റത്തിന് തുടക്കമാവുകയാണ്. വലിയൊരു സംഭവമായി തന്നെ ഇതിനെ കാണേണ്ടതല്ലേ? ശരിക്കും നീതി ആയോഗിന്റെ 10ാമത്തെ ഗവേണിംഗ് കൗൺസിലിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ രാജ്യം എന്ന നിലയിൽ, അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ ഇന്ത്യയെ കാണണമെന്നും അതിനുവേണ്ടി യോജിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഭാരതം വലിയ വികസന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുമെന്നും വലിയ മുന്നേറ്റം നടത്തുമെന്നുമാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് നീങ്ങണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവർക്കൊക്കെ വ്യത്യസ്ത ആശയങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സംസ്ഥാനങ്ങളും ഗവൺമെൻറ്റും ഒരൊറ്റ ടീമായിട്ട് പ്രവർത്തിക്കണം. അതായത് ടീം ഇന്ത്യ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ പോലെ ഒരു ഉയർച്ച നേടണമെങ്കിൽ എല്ലാവരുടെയും പങ്കാളിത്തം വേണം. ഇപ്പോൾ തന്നെ നീതി ആയോഗിൻ്റെ യോഗം നടന്നു. ഈ യോഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തില്ല. അതുപോലെ മമതാ ബാനർജി ബംഗാളിൽ നിന്ന് പങ്കെടുത്തില്ല. പിന്നെ 1-2 മുഖ്യമന്ത്രിമാർ, ഇപ്പോൾ കർണാടകയിൽ നിന്ന് സിദ്ധരാമയ്യ, അതുപോലെ തന്നെ പുതുച്ചേരിയിൽ നിന്ന് രംഗസ്വാമി, ഇവരൊന്നും പങ്കെടുത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു വിയോജിപ്പിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഭാരതത്തിന് കുതിച്ചുകയറ്റമുണ്ടാകും. ഇപ്പോൾ പഹൽഗാം പോലെയുള്ള ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ വലിയ രീതിയിലൊരു മുന്നേറ്റം നടത്തുകയും എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ച് നിന്ന് പിന്തുണയ്ക്കുകയും ചെയ്തു. ഇത് വികസന കാര്യങ്ങൾ കൂടെ ചെയ്താലോ? അപ്പോൾ 2050 മുമ്പ് തന്നെ നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് ഒരു വികസനം ഉണ്ടാകുന്നു. അപ്പോൾ പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഒരു സംഘത്തെ നമ്മൾ പല വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. കാരണം ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ആരും പ്രതീക്ഷിച്ചില്ല. അതിനകത്ത് കോൺഗ്രസ്സുകാർ വരുന്നു, DMK വരുന്നു, തൃണമൂൽ കോൺഗ്രസ് വരുന്നു, എല്ലാത്തിനെയും മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തി. ഇതുപോലെ തന്നെ വേണം രാജ്യത്തിൻ്റെ വികസന കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ച് നിൽക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ദൗർഭാഗ്യവശാൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ BJP ഭരിച്ചാൽ കോൺഗ്രസ് എല്ലാ കാര്യത്തെയും എതിർക്കും. ഇപ്പോൾ രാജ്യത്തിന് നന്മ കിട്ടുന്നതാണോ, ജനങ്ങൾക്ക് നന്മ കിട്ടുന്നതാണോ, അതൊന്നും പ്രശ്നമില്ല. പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞാൽ സർക്കാർ നയങ്ങളെ വിമർശിക്കുക, എതിർക്കുക എന്നല്ല, എന്തിനേയും കണ്ണും അടച്ച് വിമർശിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ എത്ര മോശമായിട്ടാണ് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇത് എല്ലാ കാലത്തും കോൺഗ്രസ് തുടരുന്ന ഒരു നയമാണ്. ഇത് തന്നെ മുമ്പ് കോൺഗ്രസ് ഇരുന്നപ്പോൾ BJP സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെ CPM സ്വീകരിച്ചിട്ടുണ്ട്. അവരും ഇതുപോലെ നിശിതമായി വിമർശിക്കും. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങനെയല്ല. അവിടെ ഭരണം ഒരു പാർട്ടി ഏറ്റെടുത്താൽ അവരെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ രീതിയിലും കൈമെയ് മറന്ന് സഹായിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവിടെ അതുപോലൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പം നരേന്ദ്രമോദി പറയുന്നത് അങ്ങനെ നമുക്ക് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു ടീം ഇന്ത്യയെ രൂപീകരിക്കാൻ പറ്റും. അങ്ങനെ രൂപീകരിക്കണമെങ്കിൽ വിദേശികൾ ധാരാളമായിട്ട് നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് എത്തണം. അങ്ങനെ സംസ്ഥാനങ്ങളിലേക്ക് എത്താൻ നമ്മൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ, അതായത് ഇൻ്റർനാഷണൽ നിലവാരമുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഒരു സംസ്ഥാനത്ത് ഒരെണ്ണമെങ്കിലും, അങ്ങനെ ഒരു 10-26 ഉണ്ടായാൽ എത്രത്തോളം ടൂറിസ്റ്റുകൾ വരും. അങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ ഐക്യം ബോധ്യപ്പെടും. അപ്പം നമ്മളെ ഏതെങ്കിലും കാരണവശാൽ ആക്രമിക്കാനോ നമ്മളെ ഭയപ്പെടുത്താനോ കഴിയുന്ന ഒരു രാജ്യമല്ല എന്ന് അവർ തിരിച്ചറിയും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ മോശം കാര്യങ്ങളെ വിമർശിക്കാം. ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ സർക്കാർ ഇന്നത് ചെയ്തു, അവർ അഴിമതി നടത്തി, അവരുടെ ഭാഗത്തുനിന്ന് ഇന്ന പാളിച്ചകളുണ്ടായി, ഇതൊക്കെ പറയാം. കാരണം അത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു പ്രവൃത്തി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, അതുപോലെ തന്നെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ, യുദ്ധത്തിന് സമാനമായ സംഘർഷങ്ങൾ, ഇതിനൊക്കെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വളരാൻ പറ്റും. ഇപ്പം പ്രധാനമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താ അറിയോ? നമ്മൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മളെ എപ്പോഴും കയ്യിലെടുത്ത്. കാരണം ഇവിടെ പലതിൻ്റെയും പേരിൽ നമ്മളെ വിഭജിച്ചിരുന്നു, പ്രധാനമായിട്ടും മതത്തിൻ്റെയൊക്കെ പേരില്ല. ഒടുവിൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, അവർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ രാജ്യത്തെ രണ്ടായി വിഭജിച്ചിട്ടാണ് പോകുന്നത്. അത്തരത്തിലുള്ള ചില ന്യൂനതകൾ നമുക്കുണ്ട്. കാരണം എവിടെ വേണമെങ്കിലും നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇപ്പം തന്നെ ഇപ്പോൾ തമിഴ്നാട് അല്ലെ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ പറയുന്നത് ദ്രാവിഡന്മാരെന്നാണ് പറയുന്നത്. ഇനി നോർത്ത് ഇന്ത്യൻകാരൊക്കെ പറയുകയാണെങ്കിൽ ആര്യന്മാരെന്ന് പറയും. അപ്പോഴും അവിടെ ഒരു ഡിവൈഡ് ഉണ്ടായല്ലോ. ഇങ്ങനെ ഓരോ കാര്യത്തിലും ജാതി, മതം, രാഷ്ട്രീയം, വർഗം ഇങ്ങനെയൊക്കെ വേർതിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നേറ്റത്തെ തടയാനായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും
നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ വിമർശനങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. ഒരു മികച്ച സർക്കാരിന് മികച്ച വിമർശനങ്ങൾ ഉണ്ടായാലേ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ കഴിയൂ എന്നാണ് പല വിദഗ്ധരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച കാര്യം വളരെ പ്രയോജനകരമായി മുന്നോട്ട് പോയാൽ അത് ഒരു വലിയ മഹാസംഭവമായി ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ കൂടി ഒരു മാതൃകയായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ സിരിജ് പറഞ്ഞതുപോലെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് അപ്പോൾ ഒറ്റക്കെട്ടായി നിന്നതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്, പല കാർട്ടൂണുകളും വരുന്നു. അതായത് പാക് പ്രധാനമന്ത്രിയുടെ തോളത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നു, എന്നിട്ട് ഇന്ത്യയിലേക്ക് നോക്കി വിളിച്ചു ചോദിക്കുന്നു നമ്മുടെ എയർക്രാഫ്റ്റുകൾ എത്ര എണ്ണമാണ് നഷ്ടമായത്. അപ്പോൾ പാക് പ്രധാനമന്ത്രി ചോദിക്കുന്നു കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിക്കും. കാരണം അത്രയ്ക്ക് നമ്മളെ പ്രതിപക്ഷ പാർട്ടികൾ പാകിസ്ഥാനെയാണ് സ്നേഹിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്യുകയാണ് ഇന്ത്യയിലിരുന്ന് എന്നൊക്കെയുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഇത്തരം നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോലും നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ BJP വന്നാൽ കോൺഗ്രസ് വിമർശിക്കും, അത് മറ്റുള്ളവർക്ക് വേണ്ടി. കോൺഗ്രസ് വന്നാൽ BJP വിമർശിക്കും. അപ്പൊ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ നിങ്ങൾ നടത്തിക്കോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോയാൽ ഇന്ത്യ എന്ന മഹാരാജ്യം വലിയ രീതിയിൽ മാറും. വികസനത്തിന്റെ കാര്യത്തിലായാലും വ്യാപാരത്തിന്റെ കാര്യത്തിലായാലും ടൂറിസ്റ്റുകളുടെ കാര്യത്തിലായാലും ഒരു വലിയ മാറ്റം ഇന്ത്യയിൽ സംഭവിക്കും. അത് നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യം പ്രതിപക്ഷ പാർട്ടികളോട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വികസിത് ഭാരത് അറ്റ് 2047 ഇതായിരുന്നു ഇത്തവണത്തെ നീതി ആയോഗിന്റെ 10ാമത്തെ ആനുവൽ കോൺഫറൻസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം ഒരു വലിയ വികസിത രാജ്യമായി മാറണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പൂർണ്ണമായ സഹകരണം വേണം. എല്ലാ കാര്യത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. കാരണം ഒരു കേന്ദ്ര സർക്കാരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരുകളെ കൂടെ കൊണ്ടുവന്ന് പ്രവർത്തിക്കണം. ഇപ്പം നമുക്കറിയാലോ, പിണറായി വിജയന്റെ സർക്കാർ, മമതാ ബാനർജിയുടെ സർക്കാർ, സ്റ്റാലിൻ്റെ സർക്കാർ, ഇവരൊക്കെ എപ്പോഴും വിഘടനവാദത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പം ബംഗാളിലേക്ക് എത്ര ഈ പറയുന്ന കടന്നുകയറ്റക്കാരുണ്ട്, ന്യൂനപക്ഷക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ബംഗ്ലാദേശികളൊക്കെ പൊതിഞ്ഞു പിടിക്കുന്നു. ഇനി തമിഴ്നാട്ടിലേക്ക് എന്നാലോ സ്റ്റാലിൻ്റെ ആവശ്യം എന്താ, തമിഴ്നാട് വേറൊരു രാജ്യമാണ്, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണ്. ഇനി പിണറായി വിജയന്റെ ആഗ്രഹം എന്താ, എനിക്ക് വീണ്ടും ഭരിക്കാൻ വേണ്ടി കേരള സംസ്ഥാനത്തെ മാറ്റി നിർത്തണം. അങ്ങനെയല്ല, എല്ലാ സംസ്ഥാനങ്ങളും കൂടെ ഒന്നിച്ച് നിൽക്കുകയും വികസിത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യത്തിലൂന്നി നമ്മൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ ലോകത്ത് മറ്റ് രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കുതിച്ചുകയറ്റം നമുക്കുണ്ടാവും. ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ ലോകത്തെ 4ാമത്തെ ശക്തിയായിട്ട് നമ്മൾ മാറുന്നു. സൈനിക മേഖലയിൽ 100ഓളം രാജ്യങ്ങൾ നമ്മുടെ ഇന്ന് ആയുധം വാങ്ങാനായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? വ്യോമ പ്രതിരോധ രംഗത്തും അറ്റാക്കിംഗ് മേഖലയിലും തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് വലിയ ഡിമാൻഡ്. മുൻപ് 60-70% ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇന്ന് തദ്ദേശീയമായി 65%-ലധികം ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വലിയൊരു മുന്നേറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ദേശീയതയിലൂന്നിയുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടുതൽ മുൻകൈ വരുന്നത്. അപ്പോൾ വിഘടനവാദ ചിന്താഗതികൾ, അതുപോലെ പരസ്പരം ശത്രുതാ മനോഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിച്ച് സംസ്ഥാനങ്ങൾക്കെല്ലാം ഒന്നിച്ച് നിൽക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടൊരാശയം വെക്കുന്നു. ഇത് ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിൽക്കണമെന്നും എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ച് നിൽക്കണമെന്നും ആവശ്യപ്പെടുന്നത്. അപ്പം നല്ല രീതിയിലുള്ള ഒരു ദേശീയ പാർട്ടിയായി വളർന്നു വരാനായിട്ട് BJP ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വാജ്പേയി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ, അതായത് വാജ്പേയി BJPയുടെ തലപ്പത്തൊക്കെ എത്തിയ കാലം മുതൽ തന്നെ ദേശീയതയ്ക്ക് ഊന്നൽ നൽകി ആ ഭരണകൂടം എന്ത് പ്രവൃത്തി ചെയ്താലും BJP കൂടെ നിൽക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാടല്ല, അതല്ല. അവരെല്ലായ്പ്പോഴും ഒരു വിഘടനവാദ സ്വഭാവമുള്ളത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ ഇപ്പോൾ 10 വർഷം 15 വർഷത്തോളമായിട്ട് BJP നിൽക്കുന്നു, അത് കഴിഞ്ഞ് അടുത്തൊരു ഓപ്ഷനായിട്ട് കോൺഗ്രസ് വരേണ്ടതാണ്. പക്ഷേ രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന, വിഘടനവാദികളെ പിന്തുണയ്ക്കുന്ന, രാജ്യത്തെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി എന്ന് മുദ്ര കുത്തിയാൽ പിന്നീട് കോൺഗ്രസിനൊപ്പം ആരിൽ നിൽക്കുമോ? അതുകൊണ്ട് ആ നിലപാടിൽ നിന്ന് അവർ മാറണമെന്നും പരസ്പരം സഹകരിച്ചും പരസ്പരം മുന്നേറിയും നമുക്ക് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒപ്പം നിൽക്കണം. അപ്പം വികസിത ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെ ഡെലിഗേറ്റുകളായിട്ട് ഉൾപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. അത് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരം ഒരു മാറ്റത്തിനും അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളും രാജ്യവും ഒരുമിച്ച് നിന്നാൽ, അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു പൂർണ്ണ സഹകരണത്തോടെയുള്ള വികസിത ഭാരതത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെയുള്ള സഹകരണത്തിലൂടെ മാത്രമേ ഓരോ രാജ്യത്തിനും വളരാൻ കഴിയൂ. ഇത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുപഠിച്ച പാഠമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മാറാൻ കഴിയാത്തത്? അപ്പോൾ ചില
ദേശവിരുദ്ധ ശക്തികളുടെ ചില രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെയാണ് ഇതിനെ ഇല്ലാതാക്കിയത്. അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. നമുക്ക് ഇനി എന്താ ഇപ്പോൾ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ബ്രിട്ടൻ കീഴടക്കിയതിനെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡിവൈഡ് ആൻഡ് റൂൾ വെച്ചാൽ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ വിഘടിക്കാൻ അതുപോലെ തന്നെ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരുമിച്ച് നിന്ന് നമ്മൾ അതിനെ നേരിടണം. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം ഒരു ലക്ഷ്യം മുന്നോട്ട് വെക്കുമ്പോൾ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ പോലും അതിനെ നമുക്ക് അടയാളപ്പെടുത്താം. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ചില മുൻകൂട്ടിയുള്ള ഇത്തരം കാഴ്ചപ്പാടുകൾ അത് ഇന്ത്യയെ വലിയ രീതിയിൽ മാറ്റത്തിന് തെളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും ഇത് ഒരു മികച്ച തീരുമാനവും ഒരു വലിയ സംഭവമാണ്. ഇതിന് എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നാൽ ഇന്ത്യയെ തന്നെ ഒരുപാട് മാറ്റത്തിലേക്ക് വരും, വലിയ മാറ്റത്തിലേക്ക് വരും. ഒരു വലിയ മഹാസംഭവമായി ഇത് മാറും എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.